എന്നാൽ ഇതാണോ അൾട്ടിമേറ്റ് നെക്സോൺ ഇ മാക്സ് പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടുകൂടി കുറച്ച് കാര്യങ്ങൾ പറയാം. ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയാണ് ഇലക്ട്രിക് കാറുകൾ. എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ കുറച്ചധികം ഇലക്ട്രിക് കാറുകൾ ഇപ്പോൾ ഉണ്ട്. അന്ന് നമ്മൾ ആ ഒരു ടിയാഗോ ഇ വി വാങ്ങിയപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യുമായിരുന്നു, എന്തുകൊണ്ട് ടിയാഗോ ഇ വി വാങ്ങി, ഒരു സിറ്റി കാർ വേണമായിരുന്നു, കുറച്ച് റേഞ്ചുള്ള എന്നാൽ ₹1 1 കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു കാർ കിട്ടും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ പിന്നിൽ കിടക്കുന്ന ഈ ഒരു MG-ZCV എന്ന് പറയുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് തികച്ചും പ്രൈമറി കാറാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കൊച്ചി ടു ബാംഗ്ലൂരൊക്കെ പോകാവുന്ന, അതല്ലാതെ എല്ലാ ഡ്യൂട്ടിയും ചെയ്യാവുന്ന, വീട്ടിലെ ഒരു കാറെന്ന നിലയ്ക്ക് കാണാവുന്ന ഒരു കാറാണ് ഈ ഒരു ZCV. അങ്ങനെ പറയുമ്പോൾ ഏറെക്കുറെ 25,50,000 രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് വാങ്ങിയിട്ട് ആകെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു MG-ZCV കിടക്കുമ്പോൾ ഈ വണ്ടിയുടെ കുറച്ച് പ്രത്യേകത പറയാനുണ്ട്. അതായത് ZCVയുടെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്നൊക്കെ വിളിക്കാവുന്ന എക്സൈറ്റ് വേരിയൻ്റാണിത്. ഈ വേരിയൻ്റ് 2 കളറുണ്ടായിരുന്നു, ഗ്രേയും വൈറ്റും. ഗ്രേ ആണ് ബുക്ക് ചെയ്തത്, ഗ്രേ കിട്ടിയില്ല, കുറേ മാസങ്ങൾ കാത്തുനിന്നു. എന്നിട്ട് ഗ്രേ കിട്ടാത്തതുകൊണ്ട് വൈറ്റിലേക്ക് മാറി, വൈറ്റ് എടുത്താണ് ഈ വണ്ടി. അതായത് ഈ വണ്ടിക്ക് ആകെയുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് MGയുടെ ആ ഒരു ആസ്ട്രുമായിട്ടുള്ള സാമ്യങ്ങളാണ്. അതായത് ഏറെക്കുറെ 10 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുന്ന വണ്ടിയും 25 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടിയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ അതൊരു പ്രശ്നമൊന്നുമല്ല. കാരണം ഇലക്ട്രിക്കിൻ്റേതായിട്ടുള്ള ഫണ്ണും കാര്യങ്ങളും ആ ഒരു ലാഭവും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ MG-ZCV എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ പ്രൊഡക്റ്റാണ്. അങ്ങനെ പറയുമ്പോൾ നിരത്തിൽ ടാറ്റ നെക്സോൺ EV മാക്സ് ഉണ്ട്, മഹീന്ദ്ര XV400 ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടികളൊക്കെ തന്നെയും ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു വണ്ടി മേടിച്ചു എന്നാണ്. അങ്ങനെ പറയുമ്പോൾ 2 വേരിയൻറ്റുകളാണ് 2022 ഫേസ് ലിഫ്റ്റിൽ MG-ZCVക്ക് വന്നത്. ഒന്നെന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്, ഒന്ന് എക്സൈറ്റ്. ഈ എക്സ്ക്ലൂസീവ് എക്സൈറ്റ് തമ്മിൽ ഏകദേശം 4 ലക്ഷം രൂപ വ്യത്യാസമുണ്ട്. അങ്ങനെ പറയുമ്പോൾ 22 ലക്ഷം രൂപ ആയിരുന്നു എക്സൈറ്റ് വേരിയൻ്റെ ആ ഒരു വില അനൗൺസ് ചെയ്തപ്പോൾ ഷോറൂം. ഓൺ റോഡ് ഇപ്പോൾ 25-50. നെക്സോൺ ഇ മാക്സും XV400 ഏറെക്കുറെ 3 ലക്ഷം രൂപയോളമാണ് വ്യത്യാസം. പക്ഷേ ആ ഒരു വ്യത്യാസം നമ്മൾ പേ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. വാണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു MG-ZCVക്ക് മറ്റുള്ള ആ ഒരു വേരിയൻറ്റുമായിട്ട് രൂപത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം തോന്നില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു റൂഫ് ബ്ലാക്ക് അല്ല എന്നുള്ളതും ആ ഒരു സൺ റൂഫ് ഇല്ല എന്നുള്ളതും മാത്രം മാറ്റിയിരുന്നാൽ മതി. അപ്പോൾ ലൈറ്റൊക്കെ തന്നെ സെയിമാണ്. ഞാൻ ഡിസൈനിലേക്ക് കൂടുതൽ പോകുന്നില്ല. ചിലരൊക്കെ MG-ZCV വാങ്ങിയിട്ട് ആ ഫ്രണ്ട് ബ്ലാക്ക് അടിച്ച് കണ്ടു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക് വണ്ടിയുമായിട്ടുള്ള ഡിഫറൻഷിയേഷൻ മാറുമ്പോൾ തീർത്തും ആസ്റ്റ് തന്നെ ആവുന്നുണ്ട്. അത്ര വൃത്തിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി മോട്ടർ കാണിക്കാമെന്ന് പറയുമ്പോൾ ഇതാണ് ഈ ഒരു മോട്ടറും യൂണിറ്റും കൂടി ചേരുന്ന ഭാഗം. അതായത് മോട്ടറും ആ ഒരു യൂണിറ്റൊക്കെ തന്നെ കാണാം. അങ്ങനെ പറയുമ്പോൾ 174 HP 280 Nm അതാണ് എൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗറുകൾ. ഏകദേശം 33 ന്യൂട്ടൺ മീറ്റർ കുറവാണ് പഴയ ആ ഒരു MG-ZCV ആയിട്ട്. പക്ഷേ പവറിൽ അത്യാവശ്യം നല്ല ബമ്പുണ്ട്. അപ്പോൾ ശരിക്കും ബോണസ് ഇൻസ്ട്രക്ഷൻ ആവശ്യമില്ല, പക്ഷേ അതൊക്കെ ഉണ്ട്. ഇത് പറയുമ്പോൾ ആദ്യത്തെ കാര്യം പറയണം, ടാറ്റ നെക്സോൺ EV മാക്സോ അല്ലെങ്കിൽ മഹീന്ദ്ര XV400 കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ബിൽഡാണ് ZCV എന്നുള്ളത് തന്നെയാണ്. 15 വീലുകളിൽ മാറ്റമൊന്നുമില്ല, 15 വീലുകൾ തന്നെയാണ്. പിന്നെ ഈ ഒരു ബോർഡർ ലൈനും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അകത്തുള്ള മാറ്റം എന്ന് പറയുന്നത് ലെതർ മാറി ഫാബ്രിക് സീറ്റ് എന്നുള്ളതാണ്. ഈ സീറ്റിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇരിക്കാൻ നല്ല സുഖമുള്ള ഫാബ്രിക് സീറ്റാട്ടോ, അത് പറയേണ്ടതുണ്ട്. തീർത്തും രസമുണ്ടിരിക്കാനായിട്ട് എന്നുള്ളതാണ്. അതായത് നല്ല സപ്പോർട്ടും നല്ല ബോൾസിങ്ങുള്ള ഈ ഒരു സീറ്റിൽ നമുക്ക് സുഖമായിട്ടിരിക്കാനും പറ്റുന്നുണ്ട്. ശരിക്കും ടോപ്പിൻ്റെ മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അവരുടെ ലെതർ സീറ്റുകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു ചൂടത്ത് ഫാബ്രിക് സീറ്റുകളേക്കാൾ സുഖമുള്ള മറ്റൊരു സീറ്റില്ല എന്നുള്ളത് തന്നെ പറയേണ്ടതുണ്ട്. പക്ഷേ സീറ്റിൽ മാത്രമേ ലെതർ റാപ്പിംഗ് ഇല്ലാത്തുള്ളൂ. ആ ഡാഷ്ബോർഡിലെ ലെതർ റാപ്പിംഗ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മീറ്റർ കൺസോളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മീറ്റർ കൺസോളിനകത്ത് കാണുന്ന ആ ഒരു കാര്യങ്ങൾ, അതായത് നോർമൽ എന്ന് പറയുന്നത് ഡ്രൈവ് മോഡാണ്. ആ മോഡ് നമുക്ക് ഈക്കോ അല്ലെങ്കിൽ സ്പോർട്ട് എന്നുള്ള 3 മോഡലിലേക്ക് മാറ്റാൻ പറ്റും. അതുമാത്രമല്ല ഇടതുവശത്ത് കാണുന്ന സ്പീഡോമീറ്ററും വലതുവശത്ത് കാണുന്ന ആ ഒരു പവർ ഡ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ആ ഒരു റീജൻ വരുമ്പോൾ അത് മൈനസായി കാണിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു MIDയുടെ ടോഗിൾ ചെയ്യാനായിട്ട് ഈ ഒരു ആരോ സ്റ്റിയറിംഗ് യൂസ് ചെയ്താൽ നമുക്ക് MID കാര്യങ്ങളൊക്കെ കാണാം. ഒരിത്തിരി ഫോക്സ് വാഗണിഷ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ MG-ZCVയുടെ കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, MG ഒരു ചൈനീസ് കമ്പനിയല്ലേ, അപ്പോൾ ഒരു ചൈനീസ് കമ്പനിയുടെ വണ്ടികൾക്ക് ചൈനീസ് പാർട്സിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇത് ഒരു ബെറ്റർ ബിൽഡാണ്. ഫോക്സ് വാഗണിൻ്റെ പാർട്സ് ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫോക്സ് വാഗൺ ആ ഒരു വണ്ടികളുടെ പാർട്സുമായിട്ട് ഷെയർ ചെയ്യുന്ന MG-ZCV എന്ന് പറയുന്നത് ഒരു ബെറ്റർ പ്രൊഡക്റ്റാണ്, ഒരു ബെറ്റർ ആയിട്ടുള്ള കാറാണ്. നല്ല ക്വാളിറ്റി ഇൻറ്റീരിയർ ഉള്ള ഒരു വണ്ടിയാണ്. ഇൻറ്റീരിയർ എന്നല്ല, മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയാണ് MG-ZCV എന്നുള്ളത് പറയേണ്ടതുണ്ട്. സ്ക്രീനിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല, അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ ഉണ്ട്. കൂടാതെ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. വെഹിക്കിൾ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആ ഒരു ലാമ്പ് ലോക്ക്, അസിസ്റ്റ്, ഹിൽ ഡിസൈൻ കൺട്രോൾ, പെഡസ്ട്രിയൻ അലർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അത് മാത്രമല്ല 360 ക്യാമറ അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അതായത് നമുക്ക് ടൈറ്റ് സ്പോട്ടിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ എടുത്തുകൊണ്ടും ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്.
പക്ഷേ ഇതിനകത്ത് കാണിച്ച ആ വണ്ടി എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് മോഡലാണ്, എക്സ്ക്ലൂസീവ് ആണ്. കാരണം സൺറൂഫ് കാണാം. വെഹിക്കിൾ സെറ്റിംഗ്സ് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു വണ്ടി കാര്യമായിട്ട് കാണുന്നത് ഫൈൻഡ് മൈ കാർ പോലുള്ള കാര്യങ്ങളിലും ആ ഒരു മൊബൈൽ ആപ്പ് വെച്ചിട്ട്. പിന്നെ ഇവിടെ ഫോളോ മീ ഹോം ലാമ്പ് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കാണാം. 360 ക്യാമറയിൽ ആ ഒരു 3D വ്യൂ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മോഡലിന് വയർലെസ് ചാർജിങ് ഇല്ല. പക്ഷേ ബാറ്ററിയുടെ ആ ഒരു ഷോർട്ട് കട്ട്, നമുക്ക് ബാറ്ററിയുടെ കാര്യങ്ങൾ കാണാനുള്ള ആ ഒരു ഷോർട്ട് കട്ട് ഇവിടെ ഉണ്ട്. ആ ഒരു ബാറ്ററി എത്രയുണ്ട്, അതായത് എത്രമാത്രം ചാർജിൻ്റെ SOC ഉണ്ട്. കൂടാതെ ചാർജിന് ശേഷം സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ് നാവിഗേഷൻ കണക്ട് ചെയ്തിട്ട്. പിന്നെ കെർസ് എന്ന് പറയുന്നത് ആ ഒരു റീജനാണ്. ഇവിടെ മോഡ് കാണാം. ഇതാണ് ആ ഒരു സെലക്ടർ, ഗിയർ സെലക്ടർ. ഇനി പാർക്കിംഗ് ബ്രേക്ക് ഇലക്ട്രിക് ആണ്. അതുമാത്രമല്ല ഇവിടെ ഓട്ടോ ഹോൾഡിൻ്റെ ആ ഒരു സ്വിച്ച് കൂടി കാണാം. 2 കപ്പ് ഹോൾഡർ ഉണ്ട്. ആവശ്യമില്ലെങ്കിൽ നമുക്കത് അടച്ചും വയ്ക്കാം. അതുമാത്രമല്ല വലിയൊരു ആംറെസ്റ്റും ഉണ്ട് എന്നുള്ളതാണ്. ഇനി MG-CVക്ക് സൈഡ് എയർ ബാഗുകളും ആ ഒരു സീറ്റിലെ എയർ ബാഗുകളും എല്ലാം ഉണ്ട്, കർട്ടൻ എയർ ബാഗ് എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു മിറർ ഫോൾഡ് ആവില്ല എന്നുള്ളത് വലിയൊരു ഒമീഷനാണ്. ഒമീഷനല്ല പറയാം, ഈ ഒരു എക്സ്ക്ലൂസീവ് എക്സൈൽ വേരിയൻ്റെ ആ ഒരു ഡിഫറൻസിയേഷനാണ്. അപ്പോൾ കുറച്ചുകൂടി കാശ് കൊടുത്ത് കിട്ടുന്ന വണ്ടികൾ കിട്ടുന്ന ഫീച്ചേഴ്സ്, നിഫ്റ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ആണെങ്കിൽ കൂടി അതിന് വേണ്ടി എന്നോണം നമ്മൾ ആ ഒരു 4 ലക്ഷം രൂപ കൂടുതൽ സ്പെൻഡ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഫോം അല്ല മെയിനായിട്ട് കാണുക, ഫങ്ഷനാണ്. എന്ന് വെച്ചാൽ ഫങ്ഷൻ ഓവർ ഫോമാണ്. ആ ഒരു കാര്യത്തിൽ ഈ ഒരു വണ്ടി വർത്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലെ ഒരു വിശദാംശങ്ങളൊക്കെ തരാം. MG-CVയുടെ ഈ ഒരു എക്സൈറ്റ് വേരിയൻ്റ് ഓടിക്കുമ്പോൾ പവർ, ടോർക്ക്, ബാറ്ററി പാക്ക്, റേഞ്ച് ഇവ കാര്യങ്ങളൊന്നും എക്സ്ക്ലൂസീവ് വേരിയൻറ്റുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാലും ഒരു റീക്യാപ്പിന് വേണ്ടി പറയാം നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു വണ്ടി തിരഞ്ഞെടുത്തു മറ്റുള്ള ആ ഒരു കോമ്പറ്റീറ്റേഴ്സ് നിന്ന് പറയുന്നതുകൊണ്ട്. അത് അത്യാവശ്യം മേക്ക് സെൻസ് ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ പുതിയ വേർഷൻ 2022 വന്നപ്പോൾ ബാറ്ററി പാക്ക് അവർ അപ്ഗ്രേഡ് ചെയ്തത് 50.3 kWh ആക്കി ബാറ്ററി. അങ്ങനെ പറയുമ്പോൾ ഒരു ട്രിവിയ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഡിയാഗോയുടെ കാര്യം പറയുന്ന പോലെ 1 രൂപയ്ക്ക് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് MG-CV വന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എത്ര റേഞ്ച് വേണം? ഇപ്പോൾ 50 യൂണിറ്റ് കറണ്ടിൽ 500 കിലോമീറ്റർ പോയാലേ ആ ഒരു കണക്ക് കറക്റ്റേ ഉള്ളൂ. പക്ഷേ 500 കിലോമീറ്റർ അല്ല, 461 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു റേഞ്ച്. അതായത് സർട്ടിഫൈഡ് റേഞ്ച്. അത് കിട്ടിക്കോളണമെന്നില്ല, ഞാൻ പറഞ്ഞ സർട്ടിഫൈഡ് റേഞ്ചാണ്. അപ്പോൾ പവറാണ് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. അതായത് 174 PS ഉണ്ടാകും. ഇപ്പോൾ ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് പവറിൻ്റെ കാര്യത്തിലുണ്ട്, അതിലേക്കും വരാം. അതിന് മുന്നേ ടോർക്കിൻ്റെ കാര്യം കൂടി പറയണം. 174 HP എന്ന് പറയുമ്പോൾ HP ആണ്, അതായത് ഹോഴ്സ് പവറാണ്, മോട്ടറാണല്ലോ. പിന്നെ ടോർക്ക് 280 Nm ആയി. എനിക്ക് തോന്നുന്നു 310 Nm എന്ന് കുറഞ്ഞിട്ടാണ് ആ ഒരു 280 Nm ആവണത്. പക്ഷേ നമ്പറിലൊന്നും കാര്യമില്ല. 8.5 സെക്കൻഡിൽ സാധനം 0 to 100 ടൈമിങ് എത്തുന്നതാണ്. അത് കാല് കൊടുത്താൽ വെടിച്ചില് പോലെ കയറിപ്പോകുന്ന ഒരു EV ആണ് ZS-CV. അങ്ങനെ പറയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ പവറിൽ കിടുന്ന ആ ഒരു ബെനിഫിറ്റ് വരും. നമ്മൾ ഡീസൽ പെട്രോൾ കാറുകൾ ഇതേ വിലയ്ക്ക് വാങ്ങുന്ന കാറുകളുമായിട്ടുള്ള കമ്പാരിസണിൽ ഇതൊരു പടി മുന്നിൽ നിൽക്കും ആ ഒരു നമുക്ക് തരുന്ന ഒരു ഫീലിൻ്റെയും ഫണ്ടിൻ്റെയും കാര്യത്തിൽ. ഫണ്ടെന്ന് പറയുമ്പോൾ എക്സോസ്റ്റ് പൈപ്പിലൂടെ കേൾക്കുന്ന സൗണ്ട് കേട്ടിട്ട് കൂടി RPM ചവിട്ടി പൊളിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ ബാധകമല്ല. ഞാൻ പറഞ്ഞ ഒരു സ്പീഡ് കയറുന്ന ഫണ്ട് മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അത്ര എന്താ പറയുക അങ്ങനെ പറ്റുമോ എന്നുള്ള സംശയം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്പീഡ് ഓടിക്കുമ്പോൾ മോട്ടറിൻ്റെ RPM ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 3500 RPM കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു RPM കൂടുമ്പോൾ ഒരു പരിധി കൂടുതൽ RPM ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി കൂടിയ സ്പീഡിൽ ഓടിക്കുമ്പോൾ റേഞ്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇനീഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇലക്ട്രിക് കാറിൻ്റെ എന്നാണ്. ഇപ്പോൾ നമ്മൾ കിയ EV6 ആണെങ്കിലും അതല്ല നമ്മൾ അയോണിക് 5ൻ്റെ കാര്യം പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ഞാൻ XC40 റീചാർജ് ഓടിച്ച കാര്യം ഓർക്കുന്നത് അതൊക്കെ പറന്ന് കയറി പോകുന്ന ഒരു ഫീലൊന്ന് വേറെയാണ്. അത് ഇൻസ്റ്റൻറ്റേനിയസ് ആണ്. അപ്പോൾ ഗിയർ റേഷ്യോസ് ഒന്നല്ലേ ഉള്ളൂ, അത് ഡയറക്റ്റ് കണക്ഷനാണ് മോട്ടറായിട്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചോദ്യത്തിലേക്ക് വന്നില്ല, എന്തുകൊണ്ട് ഈ ഒരു ZS-CV, അതല്ല എന്തുകൊണ്ട് പർട്ടിക്കുലർലി എക്സൈറ്റ് വേരിയൻറ്റ്. ഇപ്പോൾ നമുക്ക് നിരത്തിലുള്ള ഇലക്ട്രിക് കാറുകളിൽ വാങ്ങാൻ ഉതകുന്ന കാറുകൾ എന്ന് പറയുന്ന വണ്ടികളുടെ നിരത്തിലേക്ക് അല്ലെങ്കിൽ ഗണത്തിലേക്ക് വരുന്ന വണ്ടികളെന്ന് പറയുന്നത് ആ ഒരു 10X1 EV മാക്സും അതല്ല പ്രൈമിൻ്റെ കാര്യം നോക്കും. പ്രൈവ് സിറ്റി യൂസിനൊക്കെ പറ്റുള്ളൂ. പക്ഷേ മാക്സ് ഒരു പരിധിവരെ ഹൈവേ യൂസിനൊക്കെ പറ്റും. അത് മാത്രമല്ല കുറച്ചുകൂടി പുതിയൊരു വന്നിട്ടുള്ള വണ്ടിയായിട്ടുള്ള XV400 വണ്ടി കാണാനുള്ള ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് നെക്സോൺ EV മാക്സുമായിട്ട് ഏറെക്കുറെ ഒരു 3 ലക്ഷം രൂപയോളം വ്യത്യാസമുണ്ടെന്ന് കൂട്ടുമോ. അപ്പോൾ 3 ലക്ഷം രൂപയുടെ വ്യത്യാസത്തിൽ ഇതിനകത്ത് കയറുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു ഇത്തിരി കൂടി പ്രീമിയമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അകത്ത് കയറിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ബിഹേവിയർ എല്ലാം തന്നെ പ്രീമിയമാണെന്നുള്ളത് ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു കൂടിയ കാശ് എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും
കൂടുതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റേഞ്ചാണ്. 50 കിലോ വാട്ട് അവർ, എനിക്ക് തോന്നുന്നു ഏകദേശം 8 9 അല്ലെങ്കിൽ 7 8 ആ ഒരു കിലോ വാട്ട് അവർ വ്യത്യാസമുണ്ട് രണ്ട് ബാറ്ററികളും തമ്മിൽ എന്നുള്ളതാണ്. XUV ഫോർഡബിൾ ആ കാര്യത്തിൽ കുറച്ച് പിന്നിലാണ്. എന്നാലും ഞാൻ പറയുന്നത് നെക്സോൺ EV മാക്സ് ആയിട്ടാണ്. അത് മാത്രമല്ല യാത്രാ സുഖത്തിൻ്റെ കാര്യം, റൈഡ് ക്വാളിറ്റി, മികച്ച റൈഡ് ക്വാളിറ്റി ഉണ്ട്. കൂടാതെ ബ്രേക്കിൻ്റെ ഒരു പെർഫോമൻസ്, അത് മാത്രമല്ല നമ്മൾ ഓടിച്ചു പോകുന്ന വണ്ടി എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഞാൻ പറയുന്നൊരു കാര്യം, പ്രീമിയം ഫീൽ എന്ന് പറയുന്നത് ഒരു ഇടതെടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം കൊടുക്കുന്ന കാശിന് കിട്ടുന്ന മൂല്യം നമ്മളെപ്പോഴും കാണുമ്പോൾ ഈ ഒരു വണ്ടി കുറച്ചുകൂടി ആ ഒരു മികവുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മികവ് പറയുമ്പോൾ എന്താണ് ആ മികവ് എന്നുള്ളത്? ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു കാര്യമുണ്ട്. ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ കാര്യത്തിലല്ല, ബാറ്ററി ചാർജിൻ്റെ കാര്യത്തിൽ. അതായത് ഒരിത്തിരി കൂടി വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്നാണ് ഈ ഒരു MG-ZSEVയുടെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നെക്സോൺ EV മാക്സ് പറഞ്ഞ റേഞ്ചിൻ്റെ ആ ഒരു ഡ്രാസ്റ്റിക്കലി കുറയുമ്പോൾ MG-ZSEVയുടെ ഒരു റേഞ്ച് നമുക്ക് ഏറെക്കുറെ റിയൽ ലൈഫിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് കിട്ടും. ഞാനിങ്ങനെ ചവിട്ടിക്കുത്തി ഓടിക്കുമ്പോഴും എനിക്ക് 324 330 ഒക്കെ കാണിക്കുന്നുണ്ട് റേഞ്ച്. അങ്ങനെ കാണിക്കുമ്പോഴേക്കും ആ ഒരു കാലിബ്രേഷനൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഒരിത്തിരി കൂടി എന്താ പറയുക, കുറച്ചും കൂടി ഒരു മികവ് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ ലോങ് ടൈം കാണണം. ലോങ് ടൈം കാണാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്നൊന്നും യാത്ര ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് ഒരു ഫീല് വേണം. നമുക്ക് കയറിയിരിക്കുന്ന ഒരു 25 ലക്ഷം ഞാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ ആ കൊടുത്തു എന്ന് പറയാനുള്ള ആ ഒരു കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ വേണം. അതല്ലെങ്കിൽ അധികം ഒരു ചീപ്പ് ലുക്ക് തോന്നരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടി വാങ്ങുന്ന കാര്യത്തിലുണ്ടായിരുന്നു. അതെല്ലാം ജസ്റ്റിഫൈഡ് ആയി എന്നുള്ളതും ഈ ഒരു എക്സൈറ്റ് വേരിയൻ്റെ കാര്യമുണ്ട്. ആകളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വണ്ടി ആസ്ട്രമായിട്ടുള്ള ഒരു സാമ്യമാണ്. ആസ്ട്രമായിട്ടുള്ള സാമ്യം പക്ഷേ ഇലക്ട്രിക് ആണ്. പച്ച നമ്പർ പ്ലേറ്റ് വന്നപ്പോൾ തന്നെ അത് മാറി. കാരണം അത്യാവശ്യം അറിയുന്നവർക്ക് അറിയാം ആസ്ട്ര പെട്രോൾ കാർ ആണെന്നുള്ളതും ഇത് ഇലക്ട്രിക് ആണെന്നുള്ളതും. അപ്പോൾ ആ ഒരു വില വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ അതൊരു കാര്യമായിട്ട് ബോധേണ്ട കാര്യമില്ല. പിന്നെ മറ്റുള്ളവരുടെ ആ ഒരു തിങ്കിങ്ങിലേക്ക് നമ്മളധികം ബോധേണ്ട കാര്യമേ ഇല്ല, ഫോർ ദാറ്റ് മാറ്റർ. അത് പോട്ടെ. എന്നാലും എനിക്ക് സാധാരണക്കാരുടെ ആൾക്ക് അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങുന്ന ഒരാൾക്ക് തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആസ്റ്ററിൻ്റെ അതേ ലുക്കല്ലേ ഉള്ളൂ എന്ന് തോന്നുമായിരിക്കും. ആ ഒരു തോന്നൽ നമുക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. നമുക്ക് ആ ഒരു ആസ്റ്ററിൻ്റെ ലുക്ക് പ്രശ്നമല്ല. കാരണം ഫ്രണ്ടിലെ ആ ഒരു ഗ്രില്ല് അടച്ചുകയറ്റ ഗ്രില്ല് തന്നെയാണ്. ബ്ലാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് സാധാരണ ഗ്രില്ല് പോലെ ആക്കി വൃത്തികേടാക്കാനോ നമ്മൾ കിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. സ്റ്റിൽ ഗ്രേ അല്ലെങ്കിൽ ആ ഒരു മറ്റ് കളറിനോട്, ആ ഒരു വെള്ളയല്ലാത്ത കളറുകളോട് ഒരിത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കളർ അവൈലബിൾ അല്ല. നമുക്ക് കുറേ നേരം കാത്തിരുന്നിട്ടും കിട്ടില്ല. കുറേ നേരമല്ല, കുറേ മാസങ്ങൾ കാത്തിരുന്നും കിട്ടിയില്ല എന്നുകൊണ്ട് നമ്മളിത് ഈ ഒരു വണ്ടിനകത്ത് സെറ്റിലാവാണ്ടായത്. അതാണ് വൈറ്റ് എടുക്കാനുള്ള കാരണം. പിന്നെ സൺറൂഫിൻ്റെ ഒരു കാര്യം, സൺറൂഫ് അല്ലെങ്കിൽ ലെതർ സീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് 4 ലക്ഷം രൂപ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു 4 ലക്ഷം രൂപ കൊടുത്താൽ വേണമെങ്കിൽ വേണം. അതായത് പനോരമിക് സൺറൂഫ് പോലുള്ള കാര്യങ്ങൾ, ഇന്നത്തെ ആ ഒരു ട്രെൻഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരുടെ ഒരു കാര്യത്തിൽ നമ്മളൊട്ടും പിന്നോക്കം നിൽക്കുകയല്ല. പക്ഷേ നമ്മുടെ ഒരു യൂസ് കേസിൽ സൺറൂഫിന് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അത് മാത്രമല്ല കൂളിംഗ് ഫിലിമുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് സൺറൂഫിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന ചൂട് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് സൺറൂഫ് ഇല്ലാത്ത ഒരു വേരിയൻ്റാണ് നല്ലത്. അതുപോലെ തന്നെ ഫാബ്രിക് സീറ്റും ഈ ഒരു സീറ്റിന് അത്യാവശ്യം ഒരു നോവൽറ്റി ഉണ്ട്, ഇരിക്കാനായിട്ട് സുഖമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ MG-ZSEVനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ എന്തുകൊണ്ട് ഇത് വാങ്ങി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് എത്തിയത് എന്നുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ റിലവൻ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ റേഞ്ച് എന്താണ് ഇമ്പോർട്ടൻറ്റ്? പ്രൈമറി കാർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു സെക്കൻഡറി കാർ നിലയ്ക്ക് ടിയാഗോ വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു സിറ്റി യൂസേ ഉള്ളൂ. 200 കിലോമീറ്റർ എന്ന് പറയുന്നത് 150 കിലോമീറ്റർ കിട്ടിയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് റിയൽ ലൈഫിൽ വലിയ പ്രശ്നം വരില്ല. കാരണം ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ചാർജ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ കാര്യം അങ്ങനല്ല. ഇതെന്ന് പറയുന്നത് ലോങ് ഡ്രൈവുകൾ എടുക്കാൻ അല്ലെങ്കിൽ ലോങ് ഡ്രൈവുകൾ പോകാൻ കൂടി ഉദ്ദേശിച്ച വണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് ഈ വണ്ടിയായിട്ട് ചിലപ്പോൾ ബാംഗ്ലൂർ പോകേണ്ടി വരും. അതല്ല ചിലപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമായിട്ട് ചിലപ്പോൾ ഒരു കണ്ടിന്യൂസ്ലി ഒരു കാസർഗോഡോ അല്ലെങ്കിൽ ഒരു ട്രിവാൻഡ്രോ ഒക്കെ പോകേണ്ടി വന്നാലും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഒറ്റ ചാർജിൽ പോകാൻ പറ്റണം. അത് ഒരു പ്രധാന കാരണമായിരുന്നു നെക്സോൺ EV മാക്സുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു മഹീന്ദ്രയുടെ XUV ഫോർഡബിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ആ ഒരു റേഞ്ചിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടിയും അൺസർട്ടനിറ്റി ഇല്ലാത്തൊരു വണ്ടി വേണം എന്നുള്ളൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു MG-ZSEVയിലേക്ക് പോയത് എന്നുള്ളതാണ്. പിന്നെ മാർക്കറ്റിൽ ഒരുപാട് വണ്ടികളില്ല. ഈ 3 വണ്ടികളുടെ കാര്യമായിട്ടുള്ളൂ. 3 വണ്ടികൾ കമ്പയർ ചെയ്തപ്പോൾ ആ കൊടുക്കുന്ന വാല്യൂവിന് ഉതകുന്ന വണ്ടി കിട്ടുന്നു എന്നുള്ള കാര്യം കൂടി കണ്ടപ്പോൾ ശരി, എന്നാൽ MG-ZSEV നമുക്ക് നോക്കാം. എക്സൈറ്റ് വേരിയൻ്റ് കൂടി വന്നു എന്ന് പറയുമ്പോൾ ഒരിത്തിരി കൂടി പ്രൈസ് നമുക്ക് ഫേവറബിൾ ആയി. അങ്ങനെ എൻ്റെ ഫ്രണ്ട് സുഹൃത്ത്, പ്രജാൻ്റെ വണ്ടിയാണത്, സുഹൃത്ത് ഈ ഒരു MG-ZSEV എടുക്കുകയാണ്. പുള്ളി ഉപയോഗിച്ച മറ്റൊരു വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. അപ്പം ഇനി ആർക്കാണ് MG-ZSEV ചേരുക എന്നുകൂടി പറയാം. അതായത് റേഞ്ച് വേണം, അത്യാവശ്യം ഫാസ്റ്റ് ആയിരിക്കണം, ഫൺ ഫാക്ടർ വേണം, അകത്ത് കയറുന്ന ഒരു പ്രീമിയം ഫീല് തോന്നണം എന്നുള്ള ആ ഒരു റിക്വയർമെൻറ്റുള്ള ആളുകൾക്ക് ഈ ഒരു വണ്ടി ചേരും. എന്നാൽ ഇതാണോ അൾട്ടിമേറ്റ് നെക്സോൺ EV മാക്സ് പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് കൂടി കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് സൺറൂഫ് പോലുള്ള കാര്യങ്ങൾ, വെന്റിലേറ്റർ സീറ്റ് പോലുള്ള കാര്യങ്ങൾ, ലെതർ സീറ്റുകൾ വേണം. അതായത് കുറച്ചും കൂടി ഒരു ഫീച്ചേഴ്സ് ഓറിയൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നെക്സോൺ EV മാക്സ് അത്യാവശ്യം നല്ല കാര്യമായിട്ട് കാണാം. അതല്ല മഹീന്ദ്രയുടെ ആ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ അത് ഇത്തിരി കൂടി ഒരു എന്താ പറയുക, ഡ്രൈവ് ചെയ്യാൻ രസമുണ്ട്. സ്റ്റിൽ ഈ വണ്ടികളിൽ അത്രയും
കോമ്പറ്റീറ്റീവ് അല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെയും പ്രൈസിൻ്റെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ 3 വണ്ടികൾക്ക് 3 വണ്ടികളുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ് സ്റ്റിൽ നമുക്ക് ആ ഒരു ഫേവറബിൾ ആയത് ഈ ഒരു MG-ZCV ആണ് എന്നുള്ളതാണ്. ഞാൻ ഒരു ചെറിയ ചാർട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട് സാധാരണ വണ്ടി മേടിക്കാൻ പോകുമ്പോൾ. ആ ഒരു ചാർട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യും. അതായത് പോയിന്റുകൾ എന്ന് പറയുമ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കും. എന്നിട്ട് അതിനോട് ചേർന്നിട്ട് 3 മോഡലുകളോ 4 മോഡലുകളോ കമ്പയർ ചെയ്യാൻ വേണ്ടി എഴുതിയിട്ട് അതിന് താഴെ ആവശ്യമുള്ള സംഗതികളുടെ ആ ഒരു മാർക്ക് ഗ്രാഫ് ചെയ്യും. അങ്ങനെ ഗ്രാഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്കോർ ഉണ്ടല്ലോ, ആ ഒരു സ്കോറിൽ ഏറ്റവും കൂടിയ വണ്ടിയാണ് നമ്മൾ സാധാരണ ഒരു റെക്കമെൻഡേഷൻ ലെവലിൽ പോകാറുള്ളത്. ആ ഒരു റെക്കമെൻഡേഷൻ ലെവലിൽ പോയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഒരു MG-ZCV എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ആ ഗൂഗിൾ ഡോക്കും താഴെ ഷെയർ ചെയ്യാം, നിങ്ങൾ കണ്ടോ കേട്ടോ. അപ്പോൾ അത്ര പറയുള്ളൂ, MG-ZCV കൂടി നമ്മുടെ സർക്കിളിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ EV എന്ന് പറയുന്നത് ഒരു നോർമലായി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ EV എന്ന് പറയുമ്പോൾ മറ്റുള്ള വണ്ടികളെ പോലെ ഒരു വണ്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അന്യഗ്രഹ ജീവി അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ഒന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. EV ഈസ് ഗെറ്റിംഗ് ഇൻ ടു നോർമൽ ലൈഫ്. അപ്പോൾ നമ്മുടെ ആ ഒരു സർക്കിളിലും ഈ ഒരു വണ്ടി വന്നു എന്നുള്ളതാണ് ഈ ഒരു ന്യൂസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാണ് 0 to 100 8.5 സെക്കൻഡ്. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.